ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു റാഗി ഇഡലിയാണ്. പച്ചരി കൊണ്ട് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡലിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം. കാരണം റാഗിയിൽ ഒത്തിരി അഴുക്ക് കാണും, അതെല്ലാം നല്ലതുപോലെ കഴുകി കളയണം. ഒരു 5-6 വട്ടമെങ്കിലും ഇത് കഴുകിയെടുക്കണം. ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന റാഗിയായിരുന്നു എടുത്തത്, അതുകൊണ്ട് ഒത്തിരി അഴുക്കൊന്നും ഇല്ലായിരുന്നു. റാഗിയിൽ ഒത്തിരി കല്ലൊക്കെ കാണും കേട്ടോ, നമ്മൾ കഴുകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ നമ്മുടെ റാഗിയും ഉഴുന്നും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, ഉലുവ ഇടാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ ഉലുവയും കൂടെ കഴുകി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ കുതിർക്കാൻ വെച്ച് ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുതിർക്കാൻ വയ്ക്കുമ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വയ്ക്കാവൂ. നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇവിടെ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിനകത്ത് 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3-4 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. കറിവേപ്പില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഡലിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. രാത്രിയിലാണ് ഞാൻ മാവ് അരച്ച് വെച്ചത്. എന്നിട്ട് രാവിലെ ആയപ്പം നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഈ കളർ കണ്ടാലും പേടിക്കുകയൊന്നും വേണ്ട. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇഡലി തട്ടിൽ വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് നമുക്ക് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇഡലി തട്ടെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് 7-8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി തട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം തളിച്ച് കൊടുക്കാം. അപ്പോൾ ഇഡലി പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇഡലി മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇഡലി തട്ടിൽ ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത് വെച്ച് വേവിച്ചാലും മതി. അതാവുമ്പോൾ ഇങ്ങനെ വെള്ളം തളിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇഡലി എല്ലാം തട്ടിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് ഇഡലി. അപ്പോൾ ഇത്രയും മാവ് കൊണ്ട് എനിക്കൊരു 10 ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത്. ഇഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.